അങ്ങനെ നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് ഞാനിവിടെ, ഒരു വർഷമൊക്കെ ആവാറാവുന്നു ഞാനിവിടെ എത്തിയിട്ട്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഉച്ച സമയത്ത് ഇറങ്ങിയതുകൊണ്ട് തന്നെ വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒക്കെ ആ വീട് പൂട്ടി താക്കോൽ അവരെ ഏൽപ്പിച്ച സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും കാലത്ത് നമ്മുടെ വീടാണല്ലോ അത്. അപ്പോൾ അത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ ഉള്ളിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. എന്നിട്ട് നമ്മളെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ബസ്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലൈറ്റ് കയറാൻ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു നെഞ്ചെടുപ്പായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഇനിയും വരാമല്ലോ എന്നുള്ളൊരു ഇതിൽ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വരും. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാം. അപ്പോൾ ഇപ്പം എന്തായാലും നാട്ടിലേക്ക് പോവാണ്. അപ്പം ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലു അപ്പം തന്നെ ഉറങ്ങും കേട്ടോ. അവളെ കൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉറങ്ങിക്കോളും. പിന്നെ അവിടെ എത്തുമ്പോഴേ ഉണരുള്ളൂ. ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് നേരെ ഷാർജയിലോട്ടാണ്. ഷാർജയിലോട്ട് ഏകദേശം 2 മണിക്കൂർ ട്രാവൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പം ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് തന്നെ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കും ലിജുവിനും ബിരിയാണിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിലുവിന് എന്താ പറയുക, ബട്ടർ ചിക്കനും റൈസും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ പാസ്ത കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒട്ടും എന്താ പറയുക എനിക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നിലു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഷാർജയിൽ എത്തിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം 1 മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷങ്ങൾ നാട്ടിലെത്തിയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.